Hi friends, welcome back to EduHelp classes Standard 3 Environmental Studies. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് ടീച്ചർ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പഠിപ്പിച്ചത്: ഹെൽത്ത് ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സും. ഹെൽത്ത് ഹാബിറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഫുഡ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു പരീക്ഷണത്തിലൂടെ ടീച്ചർ കാണിച്ചിരുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ലെറ്റ്സ് ഹാവ് മീൽസ് ടുഗെദർ. നമുക്ക് ഭക്ഷണം ഒന്നിച്ച് കഴിക്കാം. ഇറ്റ് വാസ് ആഫ്റ്റർനൂൺ. രാമു സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹംഗ്രി. ഹി eagerly waited for the bell. Ting, 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 ting. He sprang up. Ramu and his friends moved towards the canteen. Ramu, you didn't wash your hands. Manikutti's words reminded him of it. He opened the tap and washed hands and plates. Then he sat for lunch. Do you forget like Ramu to wash hands and plates? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉച്ചഭക്ഷണത്തിന് സമയമായി. രാമുവിന് നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് അവൻ കൂട്ടുകാരുടെ കൂടെ ക്യാൻറ്റീനിലേക്ക് ഓടി. പക്ഷേ എന്ത് ചെയ്തില്ല? കൈയും മുഖവും വായും ഒന്നും കഴുകിയില്ല, അല്ലേ? അപ്പോൾ മണിക്കുട്ടി അവനെ ഓർമ്മിപ്പിച്ചു, രാമു, യു ഡിഡിൻ വാഷ് യുവർ ഹാൻഡ്സ്, അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മളും വിശപ്പൊക്കെ കൂടുതലാണെങ്കിൽ ഇതേപോലെ കൈ കഴുകാൻ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? ഡു യു ഫോർഗെറ്റ് ലൈക്ക് രാമു ടു വാഷ് ഹാൻഡ്സ് ആൻഡ് പ്ലേറ്റ്സ്? കൈയും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും മുഖവും വായുവും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകാൻ ഇതേപോലെ മറന്നു പോകാറില്ലേ കൂട്ടുകാരും? ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ ഹാം ഇഫ് യു ഡോണ്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ചിലപ്പോൾ നമ്മളും ചോദിച്ചിട്ടുണ്ടാകും, അല്ലേ? ഫ്രണ്ട്സ്, ട്രൈ ദ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ഷോൺ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന ഒരു ലഘു പരീക്ഷണം ചെയ്ത് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടത്? വെള്ളം നിറച്ച ഒരു ബക്കറ്റും 2 ഗ്ലാസും ഒരു കപ്പുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം. ടേക്ക് 3/4 ഓഫ് പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ഒരു ബക്കറ്റിൽ 3/4 ഭാഗം നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക. ഫ്രം ദിസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ. അതിൽ നിന്നും 1 ഗ്ലാസ് വെള്ളം എടുത്ത് ആ ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുക. ബിഫോർ ഹാവിങ് മീൽസ് ലെറ്റ് ഈച്ച് ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് വാഷ് ഹാൻഡ്സ് വിത്ത് വാട്ടർ ഇൻ ദ ബക്കറ്റ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും അവരുടെ കൈ ഈ ബക്കറ്റിലെ വെള്ളം ഒഴിച്ച് കഴുകുക. ആ കഴുകുന്ന വെള്ളം ആ ബക്കറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ആഫ്റ്റർ ദീസ് ടേക്ക് ദിസ് വാട്ടർ ഇൻ അനദർ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ടേബിൾ. അതിനുശേഷം ഈ കൈ കഴുകിയ വെള്ളം 1 ഗ്ലാസ് എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുക. നാ ഒബ്സർവ് ബോത്ത് ദ ഗ്ലാസ്. 2 ഗ്ലാസ്സിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് നിരീക്ഷിക്കുക. നമ്മൾ ആദ്യം ശുദ്ധമായ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ കൈ കഴുകിയ 1 ഗ്ലാസ് വെള്ളവും വെച്ചു. ഈ 2 ഗ്ലാസ്സിലെ വെള്ളവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കാം. വാട്ട് ഡു യു ഫൈൻഡ്? എന്ത് കാണാൻ സാധിക്കും? നമ്മൾ കൈ കഴുകിയ ബക്കറ്റിലെ വെള്ളം മറ്റു വെള്ളത്തേക്കാൾ കൂടുതൽ അഴുക്കും അതുപോലെ കളറ് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? ആദ്യം എടുത്ത് വെച്ച വെള്ളമോ നല്ല കണ്ണുനീര് പോലെ നല്ല തെളിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൈ ഈസ് ദെയർ എ കളർ ചേഞ്ച് ഇൻ ദ വാട്ടർ ഇൻ ദ സെക്കൻഡ് ഗ്ലാസ്? എന്തുകൊണ്ടായിരിക്കും ഈ 2ാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിലെ നിറത്തിന് ഒരു മാറ്റമുണ്ടാവുക? ബിക്കോസ് ദർ ഈസ് സോ മച്ച് ഓഫ് ഡേർട്ട് ദാറ്റ് വി ഡു നോട്ട് സീ, ഇസ്ൻ്റ് ഇറ്റ്? നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളികൾ ആ വെള്ളത്തിൽ ഉണ്ട്, അല്ലേ? ആ വെള്ളത്തിൽ കൈ കഴുകിയപ്പോൾ ആയിട്ടുണ്ട്. ഡോണ്ട് യു റിയലൈസ് ദ ഹാം ഇഫ് യു ഡോണ്ട് വാഷ് ഹാൻഡ്സ്? ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഈ അഴുക്ക് മുഴുവൻ ഭക്ഷണത്തോടൊപ്പം നമ്മൾ വയറ്റിലേക്ക് പോവുകയും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോ ഡു നോട്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ഡൗൺ ദിസ് ഒബ്സർവേഷൻ നോട്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി.
ഈ പരീക്ഷണത്തിലെ നിങ്ങൾക്ക് കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിലേക്ക് എഴുതാൻ മറക്കരുത്. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ, മുഖവും വായുമൊക്കെ നന്നായിട്ട് കഴുകുമല്ലോ. അത് നല്ലൊരു ഫുഡ് ഹാബിറ്റ് മാത്രമല്ല, ഗുഡ് ഹെൽത്ത് ഹാബിറ്റും കൂടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്, നല്ല ആരോഗ്യശീലങ്ങൾ. ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, നല്ല ആഹാരശീലങ്ങൾ. അപ്പം ആരോഗ്യശീലവും വേണം, ആഹാരശീലവും വേണ്ടേ? അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആഹാരശീലങ്ങൾ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആരോഗ്യശീലങ്ങൾ? നമുക്കിതിനെ തരംതിരിച്ച് പട്ടികയാക്കിയാലോ? ഓക്കെ, ആദ്യം നമുക്ക് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്, നല്ല ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ കഴുകുക. വെയർ ക്ലീൻ ക്ലോത്ത്സ്, അലക്കി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ധരിക്കുക. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, ധാരാളം ശുദ്ധജലം കുടിക്കുക. സ്ലീപ്പ് ഏർലി ആൻഡ് വേക്കപ്പ് ഏർലി, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക. ബ്രഷ് ദ ടീത്ത് ട്വൈസ് എ ഡേ, ഒരു ദിവസം 2 നേരം, രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കുക. ടേക്ക് ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും കുളിക്കുക. പ്ലേ ഓർ ഡു എക്സസൈസ് റെഗുലർലി, ഒന്നെങ്കിൽ കളിക്കുക അല്ലെങ്കിൽ എക്സസൈസുകൾ കൃത്യമായിട്ട് പതിവായിട്ട് ചെയ്യുക. ഇതൊക്കെ നല്ല ഹെൽത്ത് ഹാബിറ്റ്സാണ്, ആരോഗ്യ ശീലങ്ങളാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഫുഡ് ഹാബിറ്റ്സ്, ആഹാരശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെവർ അവോയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ഈറ്റ് ന്യൂട്രീഷ്യസ് ഓർ ഹെൽത്തി ഫുഡ്, പോഷകസമൃദ്ധമായ അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കുക. ച്യൂ ദ ഫുഡ് വെൽ, ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, ഭക്ഷണത്തിന് മുമ്പും ശേഷവും നന്നായിട്ട് കഴുകുക. അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ്, അല്ലേ? പാക്കറ്റിലുള്ള ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ വൈൽ ടേക്കിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണശീലങ്ങൾ അല്ലെങ്കിൽ ആഹാരശീലങ്ങൾ എന്ന് പറയും. രാമു, കം ഫാസ്റ്റ്, വി ക്യാൻ സിറ്റ് ടുഗെദർ, നാസർ ക്രൈഡ് ഔട്ട്. രാമു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് walked to the class. തോമസ്, ഖദീജ, മുരളി, റാണി all were there. They ate food together. All the friends liked the coconut chamandi sent by Khadija's mother. Murali, don't waste food, റാണി reminded. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉച്ചഭക്ഷണത്തിന് സ്കൂളിലെ കൂട്ടുകാരെല്ലാവരും, ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ സ്കൂളിൽ ഇതേപോലെ നിങ്ങൾ ഒന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കാറ്? അതോ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കാണോ? അല്ല, കൂട്ടുകാർ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമില്ലേ? കറികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും, നല്ലൊരു സന്തോഷമുണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഡു ഓൾ മെമ്പേഴ്സ് ഇൻ യുവർ ഹൗസ് ഹാവ് ഫുഡ് ടുഗെദർ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്നാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? ഡോണ്ട് യുവർ ഫ്രണ്ട്സ് ഹാവ് ഫുഡ് ടുഗെദർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതേപോലെ ഒന്നിച്ചിരുന്നല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? വിച്ച് ഡു യു ലൈക്ക്, ഈറ്റിംഗ് അലോൺ ഓർ ഈറ്റിംഗ് വിത്ത് അതേഴ്സ്, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ ഇഷ്ടം, അതോ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണോ, വീട്ടിലുള്ളവരൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ ഇഷ്ടം? വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസസ് വെൻ വി സിറ്റ് ഡൗൺ ടു ഹാവ് ഫുഡ് വിത്ത് മെനി പീപ്പിൾ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട അവസരങ്ങളിലാണ് നമ്മൾ കൂട്ടുകാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറ്? ഇവിടെ വെഡ്ഡിങ്, അല്ലേ? കല്യാണം, മംഗലത്തിനൊക്കെ നമ്മൾ പലരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്, അല്ലേ? ഇതുപോലുള്ള വേറെ ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമ്മൾ ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്? അങ്ങനെയുള്ള സന്ദർഭങ്ങളുടെ പേരുകൾ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കല്യാണം മാത്രമല്ല, ഇതേപോലെയുള്ള ഒത്തിരി ആഘോഷങ്ങളുടെ സമയത്തും നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു 4-5 ആഘോഷങ്ങളുടെ പേര് കൂട്ടുകാരൊന്ന് എഴുതുക. അപ്പോൾ ഇന്ന് ടീച്ചർ നമ്മളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രധാനമായും നമ്മുടെ ആരോഗ്യശീലങ്ങളും ആഹാരശീലങ്ങളുമാണ്. അതുപോലെ തന്നെ
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ പരീക്ഷണക്കുറിപ്പ് പോലെ കൂട്ടുകാരൊന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു. ഗുഡ് ബൈ.